ഹലോ എവരിവൺ. അപ്പോൾ 2011 സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ SSC GD എക്സാമിന് ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഫാക്ട്സുകൾ കഴിഞ്ഞ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത 10 ഫാക്റ്റുകൾ, അതായത് സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത 10 ഫാക്റ്റുകളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവുക. സോ ഞാൻ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. 2011 നമ്മുടെ സെൻസസ് പ്രകാരം നമ്മുടെ സെക്സ് റേഷ്യോ എത്രയായിരുന്നു? 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയായിരുന്നു? അപ്പോൾ ഈ സെക്സ് റേഷ്യോ പറയുന്ന സമയത്ത് 1000 മെയിൽസ് എന്നുള്ള എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 943 ആണ്. 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണ്? 943 ആണ്. ഇനി 2001 സെൻസസ് പ്രകാരം 2001 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2011 ആണെങ്കിൽ 943 ആണ്. 2001 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 933 ആണ്. 2001 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണ്? 933 ആണ്. അപ്പോൾ 2011 ആണെങ്കിൽ 943, 2001 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണ്? 933. ഇങ്ങനെ കൂടി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. 1951 സെക്സ് റേഷ്യോ എത്രയാണ്? 1951 സെക്സ് റേഷ്യോ എത്രയാണ്? 1951 സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 946 ആണ്. 946. അപ്പോൾ 3 പോയിന്റ് ഒരുമിച്ച് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണ്? 943 ആണ്. 2001 പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണ്? 933 ആണ്. 1951 എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം? 1951 നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എന്നാണ്? 951 1951. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ആണ് 1951. ആ ടൈമിലെ സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയായിരുന്നു? 946. ഇനി ഓർക്കേണ്ടത് 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ 943 ആണെന്ന് പറഞ്ഞു. ഈ സെക്സ് റേഷ്യോ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മുടെ കേരളയാണ്. 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഹരിയാനയാണ് കേട്ടോ. ഏതാണ്? ഹരിയാന. അപ്പോൾ 2011 സെൻസസ് പ്രകാരം കേരളത്തിന്റെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1084 ആണ്. 1084 ആണ്. ഹരിയാനയുടെ സെക്സ് റേഷ്യോ 879. റീസെന്റ് നടന്നൊരു എക്സാമിന് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് സെക്സ് റേഷ്യോ ചോദിച്ചു. സോ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റണം. 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയും, സെക്സ് റേഷ്യോ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയുമാണ്. കേരളത്തിന്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1084, ഹരിയാനയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 879 ആണ്. 2011 സെൻസസ് എത്ര ഫേസുകളിലായിട്ടാണ് നടന്നത്? ക്വസ്റ്റ്യൻ വന്നു. 2011 സെൻസസ് 2 ഫേസസിലായിട്ടാണ് നടന്നത്. 2 ഫേസുകളിലായിട്ടാണ് 2011 സെൻസസ് നടക്കുന്നത്. ഇങ്ങനെ കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ടോട്ടൽ എത്ര ഡിസ്ട്രിക്റ്റുകളാണുള്ളത്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ടോട്ടൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് 640 ആണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലുള്ള ഡിസ്ട്രിക്റ്റുകൾ എത്രയാണ്? 640 ആണ്. മറക്കാതെ ഓർത്തോളുക. അടുത്ത ഓർത്തിരിക്കേണ്ട ഫാക്ട് എന്താണെന്ന് അറിയാമോ? 2011 സെൻസസ് പ്രകാരം ഹിന്ദു പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ്. 2011 സെൻസസ് പ്രകാരം ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. 2011 സെൻസസ് പ്രകാരം ഹിന്ദു പോപ്പുലേഷൻ, ഈ വേർഡിൽ തന്നെ ഓർത്തിരിക്കാൻ പറ്റും, ഹിമാചൽ പ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. 2011 സെൻസസ് പ്രകാരം ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഈ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഹിമാചൽ പ്രദേശ് ആൻസർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി എക്സാമിന് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ 2001 നമ്മുടെ 2011 2001 2011 സെൻസസ് എടുക്കുന്ന സമയത്ത് 2001 2011 സെൻസസ് എടുക്കുന്ന സമയത്ത് 2 തവണയും ലിറ്ററസി റേറ്റിൽ ഒരേ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്തു.
അതായത് 2001ലും 2011ലും ലിറ്ററസി റേറ്റിൽ ഒരേ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്തു. ഓക്കെ, 2001ലും 2011ലും ലിറ്ററസി റേറ്റിൽ, ഓക്കെ, 2001ലും 2011ലും ലിറ്ററസി റേറ്റിൽ ഒരേ പൊസിഷൻ കീപ്പ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അതും ഹിമാചൽ പ്രദേശ് ആണ്. ഓക്കെ, അപ്പോൾ ഹിന്ദു പോപ്പുലേഷൻ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ്. 2001ലെയും 2011ലെയും സെൻസസ് എടുക്കുന്ന സമയത്ത് ലിറ്ററസി റേറ്റിൽ ഒരേ പൊസിഷൻ കീപ്പ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അതും ഹിമാചൽ പ്രദേശ് ആണ്. ഓക്കെ ഓക്കെ, മറക്കാതെ ഓർത്തിരിക്കാലോ. ഇനി ഓർക്കേണ്ടതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ 2011ലെ സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ലിറ്ററസി റേറ്റ് ഒക്കെ കഴിഞ്ഞ സെൻസസിന്റെ 10 ഫാക്റ്റുകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയാണ്: 947ലെ ലിറ്ററസി റേറ്റ് എത്രയാണ്? ഓക്കെ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈമിലുള്ള 947ലെ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? 947ലെ നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? ഓൺലി 12%. ഓക്കെ, 947ലെ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? 12% ആണ്. ഓക്കെ, 947ലെ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? 12% ആയിരുന്നു. ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 951ലെ ലിറ്ററസി റേറ്റ്. ഓക്കെ, 951ലെ ലിറ്ററസി റേറ്റ്. ഓക്കെ, അപ്പൊ 947ലെ ലിറ്ററസി റേറ്റ് 12%, 951ലെ ലിറ്ററസി റേറ്റ് 18.33%. ഓക്കെ, അപ്പോൾ 947ലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 12%, 951ലെ ലിറ്ററസി റേറ്റ് 18.33% ആണ്. ഓക്കെ, 947ലാണെങ്കിൽ 12%, 951ലാണെങ്കിൽ 18.33% ആണ്. ഓക്കെ, ഓർത്തിരിക്കാലോ. ഇനി ഈ 2011ലെ സെൻസസ് പ്രകാരം ഉണ്ടല്ലോ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ബേസ് അല്ല, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഇതെല്ലാം പഠിച്ചോളുക. ദെൻ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കേണ്ടത് 2011ലെ സെൻസസ് പ്രകാരം നമ്മുടെ അർബൻ പോപ്പുലേഷൻ എത്രയാണ്? ഓക്കെ, 2011ലെ സെൻസസ് പ്രകാരം നമ്മുടെ അർബൻ പോപ്പുലേഷൻ എത്രയാണ്? നമ്മുടെ അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 31.16% ആണ്. ഓക്കെ, അർബൻ പോപ്പുലേഷൻ എത്രയാണ്? 31.16%. ഈ അർബൻ പോപ്പുലേഷൻ ആദ്യം ഒരു തവണ സെൻസസുമായിട്ട് റിലേറ്റഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. പിന്നീട് ചോദിച്ചത് റൂറൽ പോപ്പുലേഷൻ എത്രയാണ്? ഓക്കെ, 2011ലെ സെൻസസ് പ്രകാരം റൂറൽ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 68.8% ആണ്. അപ്പോൾ അർബൻ പോപ്പുലേഷൻ ആണെങ്കിൽ 31.16%, റൂറൽ പോപ്പുലേഷൻ ആണെങ്കിൽ 68.8%. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങളെ കൺസോളിഡേറ്റ് ചെയ്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ തവണ കൂടി ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് 2011ലെ സെൻസസ് പ്രകാരം നമ്മുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 943 ആണ്. 2011ലെ സെൻസസ് 2001ലെ സെൻസസ് പ്രകാരം നമ്മുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 933 ആണ്. 1951ൽ നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണ്? അത് 946 ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളയും ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഹരിയാനയുമാണ്. 2011ലെ സെൻസസ് ആണ്. ഈ ഹരിയാനയുടെ സെക്സ് റേഷ്യോ 817 ആണ്. നമ്മുടെ കേരളത്തിന്റെ സെക്സ് റേഷ്യോ 1084 ആണ്. സെൻസസ് എത്ര ഫേസിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? അതിന് ആൻസർ 2 ഫേസസ്. ടോട്ടൽ എത്ര ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിന് ആൻസർ 640 ഡിസ്ട്രിക്റ്റുകളാണ്. പിന്നീട് ഓർക്കേണ്ടത് ഹിന്ദു പോപ്പുലേഷൻ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. അതുപോലെ തന്നെ 2001ലെയും 2011ലെയും സെൻസസ് എടുക്കുന്ന ടൈമിൽ 2 വർഷവും ലിറ്ററസി റേറ്റിൽ ഒരേ പൊസിഷൻ കീപ്പ് ചെയ്തു. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, 2001ലും 2011ലും ലിറ്ററസി റേറ്റിൽ ഒരേ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ അത് എത്രാമത്തെ പൊസിഷൻ ആയിരുന്നു? 11th പൊസിഷൻ ആയിരുന്നു. അതിന് ആൻസർ എന്ത് തന്നെയാണ്? ഹിമാചൽ പ്രദേശ് തന്നെയാണ്. 947ലെ നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 12%, 951ലെ നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 18.33% ആണ്. നമ്മുടെ അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ 31.16%, നമ്മുടെ റൂറൽ ഏരിയയിലെ പോപ്പുലേഷൻ 68.8% ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നതിന് കൂടെ നോട്ട് എഴുതി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചോളുക.
റിവൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, മറന്നു പോകും. ഇനിയിപ്പോൾ നോട്ട്സ് എഴുതുന്നില്ല, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈം ഒന്ന് റിവൈസ് ചെയ്തേക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് 100% ഈ പോയിന്റുകൾ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതൊക്കെ ആണല്ലോ. അപ്പോൾ സെൻസസ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ അടുത്തൊരു 10 മിനിറ്റ് സെക്ഷനിൽ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്ക് ഫാക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞുതരും. ഇപ്പൊ ചെയ്യേണ്ടത് ആ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 മിനിറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അതിലെ കണ്ടന്റ് എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി SSC GD ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതിൻ്റെ റെക്കോർഡ് വേർഷൻസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാത്രമല്ല നമ്മൾ ക്ലാസ് എടുക്കുന്ന കണ്ടന്റ്, അതായത് ക്ലാസ് എടുക്കുന്ന PPT PDF മെറ്റീരിയൽ ആക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പഠിത്തത്തിൽ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 8075753676 എന്ന് പറയുന്ന ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.